ജെംറ്റി കിച്ചണിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് മട്ടൻ്റെ റിബ്ബോണും കൊണ്ടുള്ളൊരു സൂപ്പാണ്. മട്ടൺ റിബ്ബോൺ സൂപ്പ് എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാവർക്കും അറിയാം, വളരെ ഹെൽത്തിയാണ്. നമ്മളെല്ലാവരും വർഷത്തിലൊരിക്കലെങ്കിലും ഇത് കഴിച്ചിരിക്കേണ്ടതാണ്. സാധാരണ മഴക്കാലം വരുമ്പോൾ ആരോഗ്യം ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ സൂപ്പുകളൊക്കെ തയ്യാറാക്കി കഴിക്കുന്നതാണ്. ഈ സൂപ്പുകളൊക്കെ കൂടുതലും മഴക്കാലത്ത് കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം സൂപ്പിനൊക്കെ കുറച്ച് ചൂടുണ്ട്. അപ്പോൾ മഴക്കാലത്താണെങ്കിൽ അത് നല്ലതാണ്. പിന്നെ നമ്മുടെ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യേണ്ട സമയവും മഴക്കാലമാണ്. അപ്പോൾ കർക്കിടക മാസം അല്ലെങ്കിൽ നല്ല മഴയുള്ള സമയത്ത് നല്ല ചൂട് സൂപ്പ് കഴിക്കുകയാണെങ്കിൽ നല്ലതാണ്. മട്ടൻ്റെ റിബ്ബോണും കൊണ്ടുള്ളൊരു ഹെൽത്തി ആയിട്ടുള്ള സൂപ്പാണ് തയ്യാറാക്കുന്നത്. വളരെ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കാം. ഞാനിവിടെ മട്ടൺ സൂപ്പ് തയ്യാറാക്കാനായിട്ട് 1/2 കിലോ റിബ്ബോണാണ് എടുത്തിരിക്കുന്നത്. അത് ചെറിയ പീസാക്കി എടുത്തിട്ടുണ്ട്. മട്ടൻ്റെ റിബ്ബോൺ നമ്മൾ കഴുകി എടുക്കുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിച്ച് കഴുകിയെടുത്തില്ലെങ്കിൽ നമുക്ക് സൂപ്പ് കുടിക്കാൻ പറ്റത്തില്ല. മട്ടന് ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ആ ടേസ്റ്റ് ഒന്ന് മാറ്റിയെടുക്കണം. ആദ്യമേ ഒരു 3 തവണയിലും വാഷ് ചെയ്തെടുത്തിട്ട് കുറച്ച് വെള്ളത്തിൽ ഉപ്പും വിനേഗറും കൂടി ഒഴിച്ച് ഒരു 15 മിനിറ്റ് നമുക്ക് വെക്കണം. അങ്ങനെ വെച്ചാൽ ഈ മട്ടൻ്റേതായ ഒരു സ്പെഷ്യൽ സ്മെല്ലുണ്ട്, അതങ്ങ് മാറിക്കിട്ടുള്ളൂ. അങ്ങനെ വാഷ് ചെയ്തെടുക്കുമ്പോൾ ഇതിലേ ഉള്ള ആ ബ്ലഡിൻ്റെ സ്റ്റെയിനെല്ലാം ഒന്ന് മാറി നല്ല ഇത് ഒപ്പം നല്ല കണ്ടോ നല്ല ക്ലിയർ ആയിട്ട് കിട്ടും. വെറുതെ വെള്ളത്തിൽ കഴുകി കഴിഞ്ഞാൽ എത്ര കഴുകിയാലും അതിൽ ആ ഒരു ബ്ലഡിൻ്റെ കളർ എപ്പോഴും വന്നുകൊണ്ടിരിക്കും. അതേസമയം വിനേഗർ ഒഴിച്ച് കുറച്ച് സോക്ക് ചെയ്തതിന് ശേഷം 2-3 തവണ കൂടി വീണ്ടും കഴുകിയെടുക്കുക. അപ്പോൾ നല്ല ക്ലീനായിട്ട് നമുക്ക് മട്ടൻ കിട്ടും. ഒരു ടേസ്റ്റ് വ്യത്യാസവും ഇല്ലാതെ നല്ല ടേസ്റ്റോടുകൂടി നമുക്ക് സൂപ്പ് തയ്യാറാക്കുകയും ചെയ്യാം. അപ്പം ഞാനതുപോലെ വാഷ് ചെയ്ത് എടുത്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പം ഇത് നമുക്ക് സൈഡിലോട്ട് മാറ്റി വെക്കാം. നമുക്കിതിലേക്കുള്ള മസാല ആദ്യമേ തയ്യാറാക്കാം. മസാല തയ്യാറാക്കാനായിട്ട് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ആദ്യമേ 1 ടീസ്പൂൺ നല്ല ജീരകം ചേർത്ത് കൊടുക്കാം, 1 ടീസ്പൂൺ പെരുംജീരകം, 1 ടീസ്പൂൺ കുരുമുളക്. ഞാനിവിടെ മല്ലിപ്പൊടിയാണ് എടുക്കുന്നത്. മല്ലിയായിട്ടുണ്ടെങ്കിൽ നമ്മൾ അതെടുക്കുക. മല്ലിയാണെങ്കിൽ നമുക്ക് 2 ടീസ്പൂൺ എടുക്കണം. പൊടിയാകുമ്പം 1 ടീസ്പൂൺ മതി. ഇനി നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം. ഇപ്പോൾ ഇതിൽ ചേർക്കാനുള്ള മസാല ഞാൻ പൊടിച്ചെടുത്ത് ഇതുപോലൊരു ബൗളിലാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇനി ഇതിൽ ചേർക്കാനായിട്ട് ഞാനിവിടെ കുറച്ച് കറുവപ്പട്ട എടുത്തിട്ടുണ്ട്. ഈ വലുപ്പമുള്ളൊരു 3 കഷ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഗ്രാമ്പു, അതുപോലെ ചുമന്ന ഉള്ളി കുറച്ചെടുത്തിട്ടുണ്ട്. അതൊക്കെ നമുക്ക് കുറച്ച് അളവ് കൂടുകയും കുറയും ചെയ്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പം ചുവന്നുള്ളിയൊക്കെ നമുക്ക് നല്ലതാണ്, ബ്ലഡ് ഉണ്ടാകാനൊക്കെ വളരെ നല്ലതാണ്. അത് കുഞ്ഞുള്ളി ചെറിയ ഉള്ളിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ചെറിയ ഉള്ളി ചതച്ചെടുക്കണം. അതുപോലെ 1 കുടം വെളുത്തുള്ളി ഞാൻ ചതച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ചേർക്കാനായിട്ട് കുറച്ച് കറിവേപ്പില. ഇത്രയാണ് ഇതിലേക്ക് ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ്. ഇനി നമുക്ക് തയ്യാറാക്കാം. ഇനി നമുക്ക് കുക്കറിലേക്ക് 1 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അധികം ഓയിൽ ഒഴിക്കേണ്ട, ജസ്റ്റ് 1 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചാൽ മതി. ഓയിൽ ചൂടാകുമ്പോൾ നമുക്ക് ഈ കറുവാപ്പട്ടയും ഗ്രാമ്പും ഇതിലേക്ക് ഇട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് റിബ്ബോൺ ചേർത്ത് കൊടുക്കാം. രണ്ട് മിനിറ്റ് ആദ്യമേ നമുക്കിതൊന്ന് ഇളക്കി ഒന്ന് ചൂടാക്കിയെടുക്കാം. അതിനുശേഷം ബാക്കി ഇൻഗ്രീഡിയൻസ് ചേർത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, ചുവന്നുള്ളി, കറിവേപ്പില, നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മസാലയിൽ നിന്ന് 3 ടീസ്പൂൺ നമുക്കിപ്പോൾ ചേർത്ത് കൊടുക്കാം. വീണ്ടും ഒന്നുകൂടെ ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിനാവശ്യത്തിനുള്ള റോക്ക് സോൾട്ട് ചേർത്ത് കൊടുക്കാം. സാധാ സോൾട്ടിനേക്കാളും നല്ലത് റോക്ക് സോൾട്ടാണ് സൂപ്പിന് നല്ലത്. ഇനി നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. 4-5 കപ്പ് വെള്ളം ചേർക്കാം. ഇനി ഇത് അടച്ചു വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. ആദ്യമേ 2 വിസിലടിക്കട്ടെ. അതിനുശേഷം നമുക്ക് ഒരു 15 മിനിറ്റ് സിമ്മിലിട്ട് വേവിച്ചെടുക്കണം. അല്ലെങ്കിൽ സിമ്മിലിട്ട് ഒരു 10 വിസിൽ വരുവോളും വേവിച്ചാലും മതി. ഇതിൽ ഈ ബോണിലെ സത്തെല്ലാം നന്നായിട്ട് ഈ ജ്യൂസിലേക്ക് വരണം. അതിനുശേഷം മാത്രമേ നമ്മളിത് എടുക്കുന്നുള്ളൂ. ഇപ്പോൾ ഇതിൻ്റെ വിസിലൊക്കെ മാറിയിട്ടുണ്ട്. നമുക്ക് തുറക്കാം. ഇത് നന്നായിട്ട് വെന്തിട്ടൊക്കെയുണ്ട്. ഇനി നമുക്കിതൊന്നുകൂടെ ഫ്ലെയിം ഓൺ ചെയ്യാം.
ഇനി നമുക്കിതിലേക്ക് കുറച്ച് കുരുമുളക് അഡീഷണൽ ചേർത്ത് കൊടുക്കാം. നമ്മൾ മസാലയുടെ കൂടെ കുരുമുളക് ചേർത്തതേ ഉണ്ടാകുന്നുള്ളൂ. കുരുമുളക് കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കണം. 1 സ്പൂൺ കോൺഫ്ലവർ വെള്ളത്തിൽ കലക്കിയെടുത്തിട്ടുണ്ട്, അതുകൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചിലരിങ്ങനെ മട്ടൺ സൂപ്പ് ഉണ്ടാക്കുമ്പോൾ കോൺഫ്ലവർ ചേർക്കാറില്ല, പക്ഷെ അത് ചേർക്കുമ്പോഴാണ് നമുക്ക് ആ സൂപ്പിൻ്റെ ഒരു നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത്. ഉപ്പൊക്കെ നമുക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ ചേർക്കാം. ഇപ്പോൾ ഉപ്പ് ആവശ്യത്തിനുണ്ട്. കുരുമുളകും ഇപ്പം നമ്മൾ രണ്ടാമത് ചേർത്ത് കഴിഞ്ഞപ്പം കുരുമുളകുമായി. ഇനി കോൺഫ്ലവർ ചേർത്ത് കഴിഞ്ഞാൽ ഒന്നുകൂടെ ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അത് കഴിഞ്ഞ് ചൂടോടെ തന്നെ നമുക്കിത് സെർവ് ചെയ്യാം. ഇപ്പോൾ ഇത് തിളച്ചു. ഇനി ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാം. മല്ലിയില ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ മല്ലിയില ചേർക്കാം. ഞാനിവിടെ മല്ലിയില ചേർക്കുന്നില്ല. അപ്പോൾ മല്ലിയില ചേർക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കഴിയുമ്പോൾ കുറച്ച് മല്ലിയില ചേർക്കാം. ഞാൻ കറിവേപ്പില കുറച്ച് ചേർക്കുന്നുണ്ട്. ഇനി നമുക്കിത് ചൂടോടെ സെർവ് ചെയ്യാം. നല്ലൊരു മട്ടൺ റിബ്ബോൺ സൂപ്പാണിത്. നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ ഇഷ്ടമാകും. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോയുമായി ഉടനെ കാണാം. താങ്ക്